ഇന്ന് കർക്കിടകം 1 രാമായണ മാസത്തിന് തുടക്കം. ക്ഷേത്രങ്ങളും വീടുകളും ഇന്നു മുതൽ അടുത്ത ഒരു മാസക്കാലം രാമനാമങ്ങളാൽ മുഖരിതമാകും. ദുരിതവും ആരോഗ്യ പ്രശ്നങ്ങളും നേരിടുന്ന കർക്കിടകത്തിന്റെ കാഠിന്യം രാമായണ പാരായണത്തിലൂടെ മറികടക്കാൻ കഴിയുമെന്നാണ് വിശ്വാസം. മായ 3 തലങ്ങളിലുള്ള ഭക്തിയാണ് രാമായണത്തിന്റെ അന്തസത്ത. ദാസ്യഭക്തി, വിധേയഭക്തി, വിദ്വേഷഭക്തി എന്നിവയാണ് ത്രിവിധ ഭക്തിയായി കൽപ്പിക്കുന്നത്. ദാസ്യഭക്തിക്ക് ഹനുമാനും, വിധേയഭക്തിക്ക് സീതാദേവിയും, വിദ്വേഷഭക്തിക്ക് രാവണനുമാണ് പൗരാണികർ നൽകുന്ന ഉദാഹരണം. ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള ഐക്യം സ്ഥാപിക്കലാണ് ഭക്തിക്ക് ആധാരമായി കൽപ്പിക്കപ്പെടുന്നത്. ശ്രവണം, കീർത്തനം, വിഷ്ണുസ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, സഖ്യം, ദാസ്യം, ആത്മനിവേദനം എന്നിവയാണ് ഭക്തിയുടെ ലക്ഷണങ്ങൾ. രാമായണം പഠിക്കുന്നതിലൂടെ ഭക്തന് തന്റെ സ്വത്വം തിരിച്ചറിയാനും താനും ഈശ്വരനും ഒന്നാണെന്ന ഭാവത്തിലേക്ക് എത്തിപ്പെടാനും കഴിയും. രാമായണ തത്വവിചാരം ചെയ്യുമ്പോൾ അതിലൂടെ 5 കർമ്മേന്ദ്രിയങ്ങളും 5 ജ്ഞാനേന്ദ്രിയങ്ങളും തിരിച്ചറിയാൻ കഴിയണം. ആത്മാനം രതിതം വിധി, ബുദ്ധിച്ച സാരഥിയും വിധി. 10 ഇന്ദ്രിയങ്ങളെ ജയിച്ച യോഗിയാണ് ദശരഥൻ. ജ്ഞാനശക്തിയും ഇച്ഛാശക്തിയും ക്രിയാശക്തിയുമാണ് കൗസല്യയും കൈകേയിയും സുമിത്രയും എന്നാണ് ഐതിഹ്യം. വ്യക്തികളെ ജീവിത ഇച്ഛാശക്തിയിൽ തുടങ്ങി ക്രിയാശക്തിയിലൂടെ വളർന്ന് ജ്ഞാനശക്തിയിൽ ലയിക്കണം. ഇത്തരം ഈശ്വര സാന്നിധ്യമുള്ള സവിശേഷതയെ ദ്യോതിപ്പിക്കുകയാണ് രാമായണത്തിന്റെ സാരം. ബാല്യനിഗ്രഹത്തിനു ശേഷം പ്രവർത്തന പർവ്വതത്തിലെ ഗുഹയിൽ രാമൻ ചതുർമാസ വ്രതാനുഷ്ഠാനം തുടങ്ങിയത് കർക്കിടകം 1 മുതലാണ്. അതുകൊണ്ടാണ് കർക്കിടകം രാമായണ മാസമായി ആചരിക്കുന്നത്. കർക്കിടകത്തിൽ ഉള്ളതായിരിക്കുന്ന ശരീരത്തിന് ഔഷധ സേവ എന്ന പോലെ മനസ്സിന് രാമായണ പാരായണവും ആവശ്യമാണ്. ഇതാണ് രാമായണ മാസാചരണത്തിന്റെ പ്രാധാന്യവും. രാമായണ മാസം പിറന്നതോടെ ഇനിയുള്ള നാളുകൾ ഹൈന്ദവ ക്ഷേത്രങ്ങളിലും ഹൈന്ദവ ഭവനങ്ങളിൽ നിന്നും രാമായണ ശീലുകൾ ഉയർന്നു തുടങ്ങും. കെ ജയകുമാർ, ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.